രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നത് തന്നെ കേരളത്തിലെ BJP-ക്കാർക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിരുന്നു. അടുത്ത BJP അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് കുപ്പായവും തുന്നിയിരുന്നവരാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കം BJP-യിലെ മുൻനിര നേതാക്കന്മാരൊക്കെ. അവരെയൊക്കെ സമ്പൂർണ്ണ നിരാശരാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മോദി പിടിച്ച് കേരളത്തിന്റെ അധ്യക്ഷനാക്കിയിരുത്തിയത്. പാർട്ടിക്കകത്ത് ഇതിനെ ചൊല്ലി നല്ല ചർച്ചയും ബഹളവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വാതിലും ജനലും കൊട്ടിയടച്ച് പുറത്തേക്ക് കേൾക്കാതെ ഏറെക്കുറെ അതങ്ങ് ഒതുങ്ങി. കണ്ണു നിറഞ്ഞിട്ടാണെങ്കിലും ശോഭ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ ശബ്ദമിടറി പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കുമെന്ന് പറഞ്ഞത് മറക്കാൻ പറ്റില്ല. എന്നാൽ അധികാരത്തിൽ കയറിയിരുന്നത് മുതൽ രാജീവ് വെട്ടി നിരത്തുകയാണ്. കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അല്ല, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഈ വെട്ടിനിരത്തൽ നടത്തുന്നതെന്ന് വേണം പറയാൻ. കയറിയ ഉടനെ ചെയ്തത് കെ സുരേന്ദ്രന്റെ അനുയായികളെയും താല്പര്യക്കാരെയും ഒക്കെ പിടിച്ച് പുറത്താക്കുകയാണ്. ആകെ അഴിച്ചുപണിയാണ് BJP നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇടയാതിരിക്കാൻ വേണ്ടി പാർട്ടിയുടെ തന്നെ ഒരു ഉയർന്ന സ്ഥാനമോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ സ്ഥാനമാനങ്ങളോ ഒക്കെ കൊടുക്കാമെന്ന് വാക്കാൽ പറഞ്ഞ് അനുനയിപ്പിച്ചിരുത്തിയിരുന്നു. ഇപ്പോ കിട്ടുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് രാജീവും ഒരേപോലെ പറഞ്ഞു. രാജീവ് ശരിയാക്കിയത് ശോഭയെയും കെ സുരേന്ദ്രനെയും ഉൾപ്പെടെ BJP-യിലെ മുൻനിര നേതാക്കന്മാരെ ഒക്കെയാണ്. എല്ലാറ്റിനെയും പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കാതെ അടിച്ചൊതുക്കി മൂലക്കിരുത്തി രാജീവ് BJP പ്രസ്ഥാനത്തിന്റെ അതികായനായി മാറുകയാണ് കേരളത്തിൽ. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് തുടങ്ങിയവർ നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒതുങ്ങാൻ മാത്രമാണ് രാജീവിന്റെ നിർദ്ദേശം. പ്രതീഷ് വിശ്വനാഥനെ NDA കൺവീനറാക്കാൻ നീക്കവും BJP-ക്കുള്ളിൽ തകൃതയായി നടക്കുന്നുണ്ട്. പ്രതീഷ് വിശ്വനാഥനെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിന് RSS ഇടങ്കോലിട്ടതോടെയാണ് NDA കൺവീനറാക്കാൻ നീക്കം നടക്കുന്നത്. സഖ്യകക്ഷിയായ BDJS-ന്റെയും മറ്റും സഹകരണത്തിന് പ്രതീഷ് വിശ്വനാഥൻ നേതൃതലത്തിൽ വേണമെന്ന കടുംപിടുത്തത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. നിലവിൽ NDA കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാംഗത്വം നൽകും. മീഡിയ ഇൻചാർജായ അനൂപ് ആന്റണിയെ ജനറൽ സെക്രട്ടറിയാക്കും. മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥിനെ മീഡിയ ഇൻചാർജാക്കി ഉയർത്തും. ഷോൺ ജോർജിനും ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകും. BJP കേരള ഘടകത്തിലെ മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്താൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പുതുമുഖ ഫോർമുല ഇതാണ്. പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിലെ ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി സംഘടനാ പ്രവർത്തനം വാരാഹി അനലിറ്റിക്സ് സ്വകാര്യ ഇലക്ഷൻ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാക്കും. കേരള BJP ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ വൺ മാൻ ഷോ ആയി മാറും. പാർട്ടി പ്രചരണങ്ങളിൽ രാജീവിന്റെ മുഖം, രാജീവിന്റെ ഫുൾ ഫിഗർ എന്നതാവും തത്വം. LDF വരും, എല്ലാം ശരിയാകും എന്നതിനു ബദലായി ഇനി എല്ലാം മാറുമെന്ന പ്രചരണ വാക്യം വൈറലാക്കും. കേരള BJP-യുടെ നട്ടെല്ലായ RSS പ്രവർത്തകരെ മൂലക്കിരുത്തും. RSS നിസ്സഹരിച്ചാലും വാരാഹി അനലിറ്റിക്സ് തുണയ്ക്കുമെന്നതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ചിന്താഗതി. RSS-നേക്കാൾ വോട്ട് സമാഹരണത്തിന് NSS, SNDP സംഘടനാ പ്രവർത്തകരെ കളത്തിലിറക്കാനാണ് നീക്കം. രാജീവ് കൂടെ നിൽക്കുന്നവരെ തന്നെ വെട്ടിനിരത്തി പണി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മുതിർന്ന നേതാക്കന്മാരുടെ കൂട്ടക്കരച്ചിൽ ഏത് പാർട്ടിയെ വിളിച്ചാണെന്നാണ് കേട്ടറിയുന്നത്.